മമ്മൂക്ക ഒരു ലാലേട്ടൻ. അല്ല അത് 100% ഞാൻ മമ്മൂക്കാന്ന് തന്നെ പറയും. ഇഷ്ടം എന്ന് പറയുന്നത് ലാലേട്ടനോട് എനിക്ക് ഇഷ്ടമുണ്ട്. ആസ് എ ലാലേട്ടനോടുള്ളൊരു ഇഷ്ടം, ആക്ടർ എന്നുള്ള ഇഷ്ടം, മറ്റേ രണ്ടും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇഷ്ടമാണ് മമ്മൂക്കയുടെ ഉള്ളത്. അതെ. അല്ലേ ചേച്ചിക്ക് ആരുടെ അടുത്താ ഇഷ്ടമാണ്? എനിക്കും മമ്മൂക്കയാണ് ഇഷ്ടം. കാര്യം അവള് മമ്മൂക്കാന്ന് തന്നെ പറയുള്ളൂ. കാര്യം ഇപ്പൊ വലിയ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ചടങ്ങിന് വലിയൊരു റൈറ്റ് മൂവ്മെന്റിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്ന ഒരാളും കൂടെ എന്ന് വെച്ചാൽ ലാലേട്ടൻ വന്നില്ല എന്നല്ല, ലാലേട്ടനെ ഞാൻ എൻഗേജ്മെന്റിന് ഞാൻ ഇൻവൈറ്റ് ചെയ്തിരുന്നില്ല. ഞാൻ കല്യാണമായിട്ട് ലാലേട്ടനെ വിളിക്കാനായിട്ട് ഇരിക്കുകയാണ്. കല്യാണത്തിന് വിളിക്കാതെ കല്യാണത്തിന് ഞാൻ വിളിക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ലാലേട്ടനും ആയിട്ടും അത്രയും ഇഷ്ടവും കാര്യങ്ങളൊക്കെ ആസ് ആക്ടർ എന്നുള്ള നിലയിൽ നേരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ ഫുഡ് ആക്ച്വലി ആരാണ് ഉണ്ടാക്കിയത്? ചേച്ചിയാണ് അല്ലേ? ചേട്ടനെ അടുക്കളയിൽ കയറാറുണ്ടോ? സോറി, അത്യാവശ്യം എനിക്ക് നല്ല ഫിഷ് ഐറ്റംസ്, പ്രോൺസിന്റെ, ചെമ്മീൻ, ക്രാബ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ഉണ്ടാക്കും. മറ്റേ ഈ മീറ്റ് ഐറ്റംസും ഫിഷ് ഐറ്റംസും ഒക്കെയാണ് കൂടുതൽ ചേട്ടൻ ഉണ്ടാക്കാറ്. അതായത് ഏറ്റവും ഫേവറേറ്റ് അടിപൊളിയായിട്ട് ചേട്ടൻ ഉണ്ടാക്കുന്ന ഡിഷ് ഏതാ? ചെമ്മീൻ. പ്രോൺസ് ഇനി ഭയങ്കര എന്റെ അമ്മച്ചി, ഡാഡിയുടെ അമ്മച്ചിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അമ്മച്ചി ഉണ്ടാക്കും, പിന്നെ മമ്മി നന്നായിട്ട് ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ ഇവൾക്കും ആ കൈപുണ്യം അവരുടെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതാണ് ദൈവത്തിനോട് ഞാൻ എല്ലാം കിട്ടിയത് ഇതും കൂടെ ചേർത്താണ് പറഞ്ഞത്. നല്ല ഫുഡ് കിട്ടുന്നുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്താണ് എനിക്ക് ഒരു ഫേമസ് ഒരു സീൻ ഓർമ്മ വന്നത്. ചേട്ടന്റെ നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിലെ ആ മറ്റേ ബീഫ് എന്തായാലും 1-2 ആ സാധനമല്ലേ ആ ഡയലോഗ് ചേട്ടാ, ആ ഒരു മെമ്മറി. അതെനിക്ക് ശ്യാമാണ് പുഷ്കർ. അപ്പൊ അങ്ങനെ ഞാൻ കുമ്പളങ്ങി നൈറ്റ്സ് അങ്ങോട്ട് ചോദിച്ചു വാങ്ങിയ ക്യാരക്ടറാണ്. കുമ്പളങ്ങി നൈറ്റ്സ് എന്നുള്ള പേര് എന്റെ തൊട്ടടുത്ത സ്ഥലം കുമ്പളങ്ങി. ചില സിനിമകൾ നമ്മള് അങ്ങോട്ട് ചോദിച്ച് അഭിനയിച്ച കുറച്ച് സിനിമകളൊക്കെ ഉള്ളു, അതിലൊന്ന് കുമ്പളങ്ങി നൈറ്റ്സ്. അങ്ങനെ ഞാൻ പോയപ്പോ ശ്യാം അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് നമ്മളൊരു തോൽ പക്ഷികളാണ്. അത്രയും മാത്രം അതിന്റെ കണ്ടന്റ് ആണ് മെയിനായിട്ട് എഴുതിയിരുന്നത്. അതെന്താ വെച്ചാല് അത് ഈ ഫഹദ് മോളും കൂടെ എൻ്റെ പുള്ളി കല്യാണം കഴിച്ച കുട്ടിയുടെ ചിറ്റപ്പനാണല്ലോ. അപ്പോൾ വീട്ടിൽ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തുള്ള ഒരു സീനാണ്. അപ്പോൾ ഇത്ര എഴുതി വെച്ചുള്ളൂ നമ്മളൊരു തോൽ പക്ഷി. പക്ഷേ ശ്യാം ഇങ്ങനെ പറഞ്ഞു, ഇന്നതാണ് കണ്ടന്റ് ചേട്ടാ, അത് ചേട്ടനെ വീട്ടിൽ താമസിക്കും, ഭക്ഷണം ഭയങ്കര കുക്ക് ചെയ്യും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളങ്ങനെ അപ്പോൾ ഡയലോഗ് ഇതാ, ഞാനിവിടെ ഇവളെ കല്യാണം കഴിച്ചിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അടുക്കളയിൽ കയറി നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. അത് ഇവിടുത്തെ ആൾക്കാർക്കൊന്നും അത്ര വലിയ ഇഷ്ടമല്ല. മൗനവും ചിലപ്പോൾ അങ്ങനെ പറയാൻ സാധ്യതയുണ്ട്. അവളുടെ ഇഷ്ടം എന്താണെന്നറിയോ, നമ്മളൊരു തൂവൽ പക്ഷികളാണ്. പക്ഷെ ചേട്ടാ നമുക്ക് രണ്ട് തൂവലിന് വ്യത്യാസമുണ്ട്. കാരണം ചേട്ടൻ ജോലിയില്ല, എനിക്ക് അന്തസ്സായിട്ടൊരു ജോലിയുണ്ട്. കണ്ടില്ലേ ഞാൻ മുട്ടയ്ക്കുന്നത് ഇവിടെ. ആ ഭാവം എനിക്കിവിടെ കിട്ടുന്നില്ല, പോയി എല്ലാം പോയി. കാരണം ഭാവമൊക്കെ അത് ചെയ്യാൻ പറ്റുന്നപ്പോ ഡയലോഗൊക്കെ മൊത്തം തെറ്റി തിരിച്ച് പറഞ്ഞു. അതാണ് ഞാൻ ആങ്കർ ചേട്ടൻ ആക്ടർ ആയിട്ടിരിക്കണം, മനസ്സിലായില്ലേ?